LDFിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയാണ് പി സുനീറും ജോസ് കെ മാണിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. മുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷിയുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൊടുക്കുകയുണ്ടായി. ഇക്കാലം വലിയൊരു സന്തോഷമുണ്ട്. കേന്ദ്രത്തിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ദുർബലമാണ് കേന്ദ്രം ഇന്ന്. വളരെയധികം കാര്യങ്ങൾ ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട്. നേരത്തെയുമുണ്ട്, വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. കാണുവാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശങ്ങൾ അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഉള്ള കേന്ദ്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര, ഇതൊക്കെ തീർച്ചയായും ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് നയങ്ങൾക്കനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കും. കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇടതുപക്ഷ എംപിമാരോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കും. ഇപ്പോൾ വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥികളായിട്ടുള്ള ജോസ് കെ മാണിയും അതുപോലെ തന്നെ സുനീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത്. രാവിലെ മുഖ്യമന്ത്രിക്കും മറ്റ് നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്, അല്ലേ വിജിൻ? ശരത്ത്, തീർച്ചയായും മുഖ്യമന്ത്രിക്കും വിവിധ മന്ത്രിമാർക്കും ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കൾക്ക് ഒപ്പവും എത്തിയാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആദ്യം ജോസ് കെ മാണിയാണ് മുഖ്യമന്ത്രിക്ക് ഒപ്പം എത്തി നിയമസഭാ സെക്രട്ടറിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പിന്നീട് 20 മിനിറ്റ് കഴിഞ്ഞാണ് പി സുനീർ LDFിൻ്റെ CPIയുടെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിക്ക് ഒപ്പം തന്നെ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രിയും ഒപ്പം മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവും മുഖ്യമന്ത്രിക്കൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്തായാലും ഈ മാസം 25-നാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. LDF ധാരണ പ്രകാരം ജോസ് കെ മാണിക്കും അതുപോലെ തന്നെ CPIയിൽ പി സുനീറിനും സീറ്റ് നൽകുകയായിരുന്നു. ഈ ഒഴിവ് വരുന്ന 3 സീറ്റിൽ 1 സീറ്റ് LDFിനും അതുപോലെ തന്നെ 2 സീറ്റ് LDFിനുമാണ് ലഭിക്കുക. അതിലാണ് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. ആ സ്ഥാനാർത്ഥികളാണ് നിന്ന് ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. 2 LDF സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.